സബ് അക്കാഡമിയുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിലെ കോർപ്പറേഷന്റെ പാർട്ട് 8 സോഴ്സസ് ഓഫ് ഫണ്ട്സ് എന്ന് പറയുന്ന ഭാഗം എടുത്തു. അതിൽ നമ്മൾ സെക്ഷൻ 42 തുടങ്ങി 48 വരെയുള്ള എല്ലാ കാര്യങ്ങളും പഠിച്ചു കഴിഞ്ഞു. ഇനി നമുക്ക് പഠിക്കാനുള്ളത് സെക്ഷൻ 49 മുതലാണ്. നമുക്ക് എന്താണ് സെക്ഷൻ 49 എന്ന് നോക്കാം. അതുപോലെ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞ കാര്യം തന്നെയാണ് നമ്മൾ പഠിക്കാനുള്ള കാര്യങ്ങൾ നോട്ട് എഴുതി വെക്കുക. ഇതിൽ നമ്മൾ ഫുള്ളായിട്ട് ലോയിലുള്ള എല്ലാ കാര്യങ്ങളും ഉൾപ്പെടുത്തിക്കൊണ്ടാണ് ഒരു വീഡിയോ റെഡി ആക്കിയിരിക്കുന്നത്. വേറെ ഒന്നുകൊണ്ടല്ല, നമുക്ക് സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ക്വസ്റ്റ്യൻസും ഇടയിൽ നിന്ന് ഒരുപാട് ക്വസ്റ്റ്യൻസും വരാൻ സാധ്യതയുള്ളത് കൊണ്ട് മുഴുവനായിട്ട് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടിയാണ് അത് മുഴുവൻ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഞാൻ പറയുന്നതിൽ നിന്ന് പോയിന്റുകൾ മാത്രം എഴുതി വെച്ച് നിങ്ങൾ പഠിക്കാം. അത് കുറച്ചും കൂടി നിങ്ങൾക്ക് ഈസി ആയിരിക്കുള്ളൂ. അപ്പൊ എന്തായാലും ഒരു പേനയും പേപ്പറും എടുത്ത് വെച്ചിട്ട് തന്നെ ക്ലാസ്സിൽ ഇരുന്നാൽ മതി. അപ്പൊ ഓക്കെ, നമുക്ക് സെക്ഷൻ 49ലേക്ക് കിടക്കാം. സെക്ഷൻ 49 എന്ന് പറയുന്നത് ഇൻഡെമിനിറ്റി ഓഫ് അപ്പെക്സ് ആൻഡ് സെൻട്രൽ സൊസൈറ്റീസ്. എന്താണ് സെക്ഷൻ 49? ഇൻഡെമിനിറ്റി ഓഫ് അപ്പെക്സ് ആൻഡ് സെൻട്രൽ സൊസൈറ്റീസ്. സെക്ഷൻ 49 എന്താണ് പറയുന്നത്? ഇൻഡെമിനിറ്റി ഓഫ് അപ്പെക്സ് ആൻഡ് സെൻട്രൽ സൊസൈറ്റീസ്. ഇൻഡെമിനിറ്റി, നഷ്ടോത്തരവാദിത്വം എന്നാണ് ഇൻഡെമിനിറ്റി എന്ന് പറയുന്നത്. അതായത് നഷ്ടത്തിന്റെ ഉത്തരവാദിത്തം, അത്രേ ഉള്ളൂ. നമുക്കറിയാം, അപ്പെക്സ് സൊസൈറ്റിയിലും സെൻട്രൽ സൊസൈറ്റിക്കും ഉണ്ടാകുന്ന നഷ്ടത്തിന്റെ ഉത്തരവാദിത്വം ആരാണ് എടുക്കുന്നത്? അതാണ് സെക്ഷൻ 49 പറയുന്നത്. അപ്പൊ എന്താണ് അവിടെ ഉണ്ടാകുന്ന നഷ്ടം? ഞാൻ നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം. അപ്പൊ എന്താണ് ഉണ്ടാവുന്ന നഷ്ടം എന്ന് വെച്ചാൽ, പ്രിൻസിപ്പൽ സ്റ്റേറ്റ് പാർട്ട്ണർഷിപ്പ് ഫണ്ടോ അതുപോലെ തന്നെ എന്താണ് സബ്സിഡിയറി സ്റ്റേറ്റ് പാർട്ട്ണർഷിപ്പ് ഫണ്ടോ ഉപയോഗിച്ച് ഒരു അപ്പെക്സ് സ്ഥാപനമോ കേന്ദ്ര സ്ഥാപനമോ പ്രൈമറി സംഘങ്ങളിൽ നിന്ന് ഷെയറുകൾ വാങ്ങിച്ചിട്ട് ആ സംഘം, ആ വാങ്ങിച്ച പ്രൈമറി സംഘം ഏതെങ്കിലും കാരണവശാൽ അത് ലിക്വിഡേഷൻ നടപടികളിൽ ഏർപ്പെട്ടു കഴിഞ്ഞാൽ എന്താണ്, അങ്ങനെ ഏർപ്പെട്ടിട്ടുണ്ടെങ്കിൽ എന്താണ് വരുന്നത്? ഓട്ടോമാറ്റിക്കലി നമുക്കറിയാം, അവിടെ ബാധ്യതയായി ആ സ്ഥാപനം വൈൻഡപ്പ് ചെയ്ത് അടച്ചുപൂട്ടിപ്പോയി സംഘത്തിന് നഷ്ടങ്ങൾ വന്നിട്ടുള്ളത് അടച്ചുപൂട്ടുന്നത്. അപ്പൊ സ്വാഭാവികമായിട്ട് എന്താണ്, നമ്മൾക്ക് ബാധ്യത വരും. ഷെയർ എടുത്ത എല്ലാ ഷെയർ ഹോൾഡേഴ്സിനും ബാധ്യത വരും. പക്ഷെ നമുക്കറിയാം, PSPF SSPF ഉപയോഗിച്ചുള്ള ഷെയർ എടുത്തിട്ടുള്ള അതിന്റെ ബാധ്യത എന്ന് പറഞ്ഞാൽ ആ തുകയ്ക്ക് തുല്യം മാത്രമേ ഉള്ളൂ. അങ്ങനെ വരുമ്പോൾ മുഴുവനായിട്ട് ഒരു കേന്ദ്ര സംഘമോ അതുപോലെ തന്നെ അപ്പെക്സ് സംഘമോ എടുത്ത ആ ഷെയർ ഉണ്ടല്ലോ, മുഴുവനായിട്ട് ഇതിന്റെ ബാധ്യതയ്ക്ക് വേണ്ടി അടയ്ക്കേണ്ടി വരികയാണെങ്കിൽ കേന്ദ്ര സംഘത്തിനോ അതേപോലെ തന്നെ അപ്പെക്സ് സംഘത്തിനോ യാതൊരുവിധ ബാധ്യതയും ഉണ്ടായിരിക്കുകയില്ല. എന്നാൽ ഇപ്പൊ 1000 രൂപയ്ക്ക് നമ്മൾ ഷെയർ എടുത്തത് തട്ടിക്കഴിച്ച് നമുക്ക് ഒരു 250 രൂപ സംഘത്തിന് കിട്ടി, അതായത് കേന്ദ്ര സംഘത്തിന് കിട്ടി, അല്ലെങ്കിൽ അപ്പെക്സ് സംഘത്തിന് കിട്ടിയെന്ന് വിചാരിക്കുക. അപ്പൊ ആ നഷ്ടത്തിൽ നിന്നുള്ള ബാലൻസ് കിട്ടുന്നുണ്ടല്ലോ, കിട്ടുന്ന തുക കേന്ദ്ര സംഘം എന്ത് ചെയ്യണം? കേന്ദ്ര സംഘം അപ്പെക്സ് സംഘത്തിലേക്ക് അടയ്ക്കണം. അതുപോലെ അപ്പെക്സ് സംഘം എന്ത് ചെയ്യണം? അപ്പെക്സ് സംഘം ഗവൺമെന്റിലേക്കും അടയ്ക്കണം. ഇതാണ് ഈ സെക്ഷൻ 49 ഇൻഡെമിനിറ്റി ഓഫ് അപ്പെക്സ് ആൻഡ് സെൻട്രൽ സൊസൈറ്റിയിൽ പറയുന്നത്. അതായത് സഹകരണ സംഘങ്ങളെ ലിക്വിഡേറ്റ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന നഷ്ടം, ഓഹരികൾ പൂർണ്ണമായോ ഭാഗികമായോ അടയ്ക്കേണ്ടി വരുന്ന സാഹചര്യത്തിൽ പ്രിൻസിപ്പൽ സ്റ്റേറ്റ് പാർട്ണർഷിപ്പ് ഫണ്ട് ഉപയോഗിച്ചോ അതുപോലെ സബ്സിഡിയറി സ്റ്റേറ്റ് പാർട്ണർഷിപ്പ് ഫണ്ട് ഉപയോഗിച്ചോ വാങ്ങിച്ച ഓഹരികൾക്ക് ഇതുപോലെ തന്നെ എന്താണ്, അതിന് പൂർണ്ണമായി നഷ്ടപ്പെടുകയാണെങ്കിൽ ആ നഷ്ടത്തിന്റെ ഉത്തരവാദിത്വം കേന്ദ്ര സംഘത്തിനോ അതുപോലെ അപ്പെക്സ് സംഘത്തിനോ ഉണ്ടായിരിക്കുന്നതല്ല. എന്നാൽ ആ നഷ്ടത്തിൽ നിന്ന് എന്തെങ്കിലും തുക തിരിച്ചു ലഭിക്കുകയാണെങ്കിൽ ആ ലഭിക്കുന്ന സംഖ്യ കേന്ദ്ര സംഘം അപ്പെക്സ് സ്ഥാപനത്തിലേക്കും അപ്പെക്സ് സംഘം ഗവൺമെന്റിലേക്കും തിരിച്ചടയ്ക്കേണ്ടതാണ്. അതാണ് സെക്ഷൻ 49 പറയുന്ന ഇൻഡെമിനിറ്റി ഓഫ് അപ്പെക്സ് ആൻഡ് സെൻട്രൽ സൊസൈറ്റീസ്. If a society in which shares are purchased from the monies in the principal state partnership fund is wound up or is dissolved, the government shall not have any claim against the apex society which purchased the share in respect of any loss arising from such purchase. But the government shall be entitled to any monies received by the apex society in liquidation proceedings or on dissolution, as in the case may be. If a society in which shares are purchased from the money in subsidiary state partnership fund is wound up
or is resolved, neither the government nor the apex society shall have any claim against the central society which purchased the shares in respect of any loss arising from such purchase. But the apex society shall be entitled to any monies received by the central society in liquidation proceedings or on dissolution, as the case may be, and such money shall be credited to the principal state partnership fund. ഞാനത് ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് പറഞ്ഞു തന്നു. ഇത് രണ്ട് ക്ലോസ് ആയിട്ട് ഞാൻ ഒന്നിച്ചാണ് നിങ്ങൾക്ക് പറഞ്ഞു തന്നത്. ആദ്യത്തെ ക്ലോസിൽ PSPF ഗവൺമെന്റിലേക്ക് അടയ്ക്കേണ്ട കാര്യമോ, അതുപോലെ രണ്ടാമത്തെ ക്ലോസിൽ എന്താണ് സബ്സിഡിയറി സ്റ്റേറ്റ് പാർട്ണർഷിപ്പ് ഫണ്ട്, അതായത് സെൻട്രൽ സൊസൈറ്റി അപ്പക് സ്ഥാപനത്തിലേക്ക് അടയ്ക്കേണ്ട കാര്യങ്ങളുമാണ് ഈ രണ്ട് ക്ലോസുകളായിട്ട് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുന്ന വിചാരിക്കുന്നു. നമുക്കിനി സെക്ഷൻ 50യിലേക്ക് പോകാം. സെക്ഷൻ 50 എന്ന് പറയുന്നത് എന്താണ്? ഡിസ്പോസൽ ഓഫ് ഷെയർ ക്യാപിറ്റൽ ആൻഡ് ഡിവിഡൻഡ് എക്സെട്ര. എന്താണ് ഡിസ്പോസൽ ഓഫ് ഷെയർ ക്യാപിറ്റൽ ആൻഡ് ഡിവിഡൻഡ് എക്സെട്ര? അതായത് എന്താണ്, ലാഭവിഹിതം ഡിസ്പോസ് ചെയ്യുമല്ലോ, വീതിക്കുമല്ലോ, ആ സമയത്ത് ഷെയർ ക്യാപിറ്റലും അതുപോലെ തന്നെ ലാഭവിഹിതം ലഭിക്കുമ്പോൾ എന്താണ്, പിന്നെ അതേപോലെ തന്നെ എന്താണ്, ഷെയർ ക്യാപിറ്റലും അല്ലെങ്കിൽ ഡിവിഡൻഡും ഒക്കെ എങ്ങനെയാണ് അത് വീതിക്കുന്നത് എന്നുള്ള കാര്യങ്ങളാണ്. അത് ഇതിന് മുഴുവൻ പറയുന്നത് സ്റ്റേറ്റ് പാർട്ണർഷിപ്പ് ഫണ്ടിന്റെയും അതുപോലെ SSPFന്റെയും PSPFന്റെയും ബേസ് ചെയ്തിട്ടാണ് ഈ കാര്യങ്ങളൊക്കെ പറയുന്നത്. അത് മനസ്സിലാക്കുക. സെക്ഷൻ 50 ഡിസ്പോസൽ ഓഫ് ഷെയർ ക്യാപിറ്റൽ ആൻഡ് ഡിവിഡൻഡ് എക്സെട്ര. എന്താണ് ഡിസ്പോസൽ ഓഫ് ഷെയർ ക്യാപിറ്റൽ ആൻഡ് ഡിവിഡൻഡ് എക്സെട്ര? നമ്മള് സെക്ഷൻ 50 പ്രകാരം എന്താ പറയുന്നത് വെച്ചാൽ, നമ്മളൊരു ഷെയർ എടുത്തു കഴിയുമ്പോൾ, നമ്മളത് ഇൻഡിവിജ്വൽ ആയിക്കോട്ടെ ആരായിക്കോട്ടെ, ഷെയർ എടുത്തു കഴിഞ്ഞാൽ ലാഭമുണ്ടെങ്കിൽ ലാഭത്തിൽ നിന്ന് മാറ്റിവെക്കുന്ന ഡിവിഡൻഡ് ഉണ്ടല്ലോ, ആ ഡിവിഡൻഡും അതുപോലെ ഷെയർ ക്യാപിറ്റലൊക്കെ തിരിച്ചു കൊടുക്കേണ്ട ഇതൊക്കെ വരുമ്പോൾ അത് എങ്ങനെയാണ് PSPFലും SSPFലും എന്താണ് ചെയ്യേണ്ടതെന്ന് ചോദിക്കുന്നത്. ആദ്യത്തെ ക്ലോസ് എന്താണ്? All monies received by an apex society in respect of shares of other societies purchased from the monies in the principal state partnership fund on redemption of such share or by way of dividends or otherwise shall be credited to that fund. അതായത് ഒരു അപ്പെക്സ് സൊസൈറ്റിക്കോ അതുപോലെ തന്നെ എന്താണ് അപ്പെക്സ് സൊസൈറ്റിയിലെ എന്താണ് ഒരു വേറൊരു പ്രൈമറി സൊസൈറ്റിയിലേക്ക് ഷെയർ എടുത്തു. അത് ഏത് ഫണ്ടിൽ നിന്നാണ് ഷെയർ എടുക്കുക? പ്രിൻസിപ്പൽ സ്റ്റേറ്റ് പാർട്ണർഷിപ്പ് ഫണ്ടിൽ നിന്ന്. ആ ഫണ്ടിൽ നിന്ന് ഷെയർ എടുത്തു കഴിഞ്ഞിട്ട് ആ ഷെയർ തിരിച്ചു കിട്ടുകയോ അതേപോലെ തന്നെ അതിന് ഡിവിഡൻഡ് കിട്ടുകയോ ചെയ്യുകയാണെങ്കിൽ ഈ ഫണ്ടിലേക്ക് തന്നെ, ഈ PSPFലേക്ക് തന്നെയാണ് അപ്പെക്സ് സൊസൈറ്റി തിരിച്ചടയ്ക്കേണ്ടത്. All monies received by an apex society in respect of shares of other societies purchased from monies in the principal state partnership fund on redemption of such a share or by way of dividends or otherwise shall be credited to that fund. അടുത്തത് നമുക്ക് ക്ലോസ് 2 നോക്കാം. All monies received by a central society in respect of shares of primary societies purchased from monies in the subsidiary state partnership fund on redemption of such a share or by way of dividends or otherwise shall in the first instance be credited to that fund and then transferred to the apex society which shall credit them to PSPF. ഞാൻ ഇത്തിരി സ്പീഡിൽ വായിച്ചു പോകുന്നുണ്ട്. വേറൊന്നുമല്ല, ഞാൻ നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് ഇത് പറഞ്ഞു തരുന്നത് കൊണ്ടാണ് ഞാനത് സ്പീഡിൽ വായിച്ചു പോകുന്നത്. നിങ്ങളെ പോയിന്റ്സ് എഴുതി വെച്ചാൽ മാത്രം മതി. എക്സാമിന് പോയിന്റുകൾ ഇതുപോലെ നമുക്ക് ഡീറ്റെയിൽ ആയിട്ടൊന്നും എഴുതണ്ട, പക്ഷെ കാര്യം മനസ്സിലാക്കി വെക്കുകയും വേണം. എന്താണ് ഇതേപോലെ നമ്മൾ നേരത്തെ പറഞ്ഞു, എന്താണ് പ്രിൻസിപ്പൽ സ്റ്റേറ്റ് പാർട്ണർഷിപ്പ് ഫണ്ടിൽ നിന്ന് ഉള്ള ഫണ്ട് എന്താണ് അതിലേക്ക് തന്നെ തിരിച്ചടയ്ക്കുന്നു. അതേപോലെ തന്നെയാണ് സെൻട്രൽ സൊസൈറ്റികൾക്ക്, എന്താണ് സെൻട്രൽ സൊസൈറ്റികൾക്ക് സബ്സിഡിയറി സ്റ്റേറ്റ് പാർട്ണർഷിപ്പ് ഫണ്ടിൽ നിന്ന് കിട്ടുന്ന ഷെയർ വെച്ച് വാങ്ങിക്കുമ്പോൾ അതെന്ത് ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് നമ്മൾ ആർക്കും ട്രാൻസ്ഫർ ചെയ്യും? അപ്പെക്സ് സൊസൈറ്റിയിലേക്ക് ട്രാൻസ്ഫർ ചെയ്യും. അപ്പെക്സ് സൊസൈറ്റിയിൽ ട്രാൻസ്ഫർ ചെയ്യുകയും അത് PSPFലേക്ക് ക്രെഡിറ്റ് ചെയ്യുകയും ചെയ്യും. എന്താണ് സ്റ്റേറ്റ് പാർട്ണർഷിപ്പ് ഫണ്ടിൽ ഇതേപോലെ ഷെയറുകൾ തിരിച്ചു കിട്ടുകയോ അതേപോലെ തന്നെ എന്താണ് ഡിവിഡൻഡ് വരികയൊക്കെ ചെയ്യണമെങ്കിൽ അതെന്ത് ചെയ്യും? PSPFലേക്ക് അടച്ചത് അങ്ങനെ തന്നെ അപ്പെക്സ് സൊസൈറ്റിയിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുകയും ആ അപ്പെക്സ് സൊസൈറ്റി അതെന്തിലേക്കാണ് ട്രാൻസ്ഫർ ചെയ്യാം? അത് PSPFലേക്ക് ക്രെഡിറ്റ് ചെയ്യുകയും ചെയ്യുന്നു. അപ്പൊ ആദ്യത്തെ എന്താണ്, നമ്മൾ എന്താണ് പ്രിൻസിപ്പൽ സ്റ്റേറ്റ് പാർട്ണർഷിപ്പ് ഫണ്ടിലേക്ക് ആണെങ്കിൽ അത് അതിലേക്ക് ആ ഫണ്ടിലേക്ക് തന്നെ ക്രെഡിറ്റ് ചെയ്യും. അത് ഓട്ടോമാറ്റിക്കലി ഗവൺമെന്റിലേക്ക് പോകുന്നു. സെൻട്രൽ സൊസൈറ്റി ആണെങ്കിൽ അതെന്ത് ചെയ്യുന്ന വെച്ചിട്ടുണ്ടെങ്കിൽ അത് നേരെ ചെന്നിട്ട് എന്താ ചെയ്യാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ
അപ്പെക്സ് സൊസൈറ്റിയിലേക്ക് കൊടുക്കുന്നു. അപ്പെക്സ് സൊസൈറ്റി അത് PSPF ക്രെഡിറ്റ് ചെയ്യുകയും ചെയ്യുന്നു. അപ്പൊ എന്താണ് നമ്മളത് മനസ്സിലാക്കിയ സെക്ഷൻ 50 എന്നുള്ള കാര്യം മനസ്സിലാക്കി. ഇനി സെക്ഷൻ 51 ഡിസ്പോസൽ ഓഫ് പ്രിൻസിപ്പൽ സ്റ്റേറ്റ് പാർട്ണർഷിപ്പ് ഫണ്ട് ആൻഡ് സബ്സിഡിയറി സ്റ്റേറ്റ് പാർട്ണർഷിപ്പ് ഫണ്ട് ഓൺ വൈൻഡിങ് അപ്പ് ഓഫ് അപ്പെക്സ് ഓർ സെൻട്രൽ സൊസൈറ്റി. ഇത്രയും നേരം നമ്മൾ എന്താണ് വേറെ പ്രൈമറി സൊസൈറ്റി വൈൻഡിങ് അപ്പ് ചെയ്യുമ്പോൾ എന്തൊക്കെയാണ് ചെയ്യേണ്ടത് എന്നുള്ള കാര്യം നമ്മൾ പഠിച്ചു. ഇനി ഒരു നമ്മളെ പ്രിൻസിപ്പൽ സ്റ്റേറ്റ് പാർട്ണർഷിപ്പ് ഫണ്ടും അല്ലെങ്കിൽ സബ്സിഡിയറി സ്റ്റേറ്റ് പാർട്ണർഷിപ്പ് ഫണ്ടും ഒരു അപ്പെക്സ് സൊസൈറ്റിയോ അല്ലെങ്കിൽ സെൻട്രൽ സൊസൈറ്റിയോ വൈൻഡപ്പ് ചെയ്യേണ്ട ഒരു ഘട്ടത്തിൽ എന്താണ് ചെയ്യേണ്ടതെന്ന് നോക്കാം. If an apex society which has established a principal state partnership fund is wound up or is dissolved, all monies to the creditor for payable to that fund shall be paid to the government. എന്താണ് പറയുന്നത്? ഒരു അപ്പെക്സ് സൊസൈറ്റിയാണ് പ്രിൻസിപ്പൽ സ്റ്റേറ്റ് പാർട്ണർഷിപ്പ് ഫണ്ട് എടുക്കുന്നത്. ആ സൊസൈറ്റി വൂണ്ടപ്പ് ചെയ്യുകയാണെങ്കിൽ അത് അതിലെന്തെങ്കിലും മൊത്തം ഇതായി പോകണമെങ്കിൽ ഡിസോൾവ് ചെയ്ത് പോകും. അതല്ല എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതെന്ത് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഗവൺമെന്റിലേക്ക് അടയ്ക്കണം. എവിടേക്കാണ് അടയ്ക്കേണ്ടത്? ഗവൺമെന്റിലേക്ക് അടയ്ക്കണം. അപ്പൊ നേരെ തിരിച്ച് നോക്കാം. അപ്പൊ അപ്പെക്സ് സൊസൈറ്റി ആണെങ്കിൽ PSPF ആണ്. അപ്പെക്സ് സൊസൈറ്റി PSPF അതിൽ എന്തെങ്കിലും ഇതുണ്ടെങ്കിൽ അത് എവിടേക്കാണ് അടയ്ക്കേണ്ടത്? ഗവൺമെന്റിലേക്കാണ് അടയ്ക്കേണ്ടത്. അത് ഏത് സമയത്താണ്? അപ്പെക്സ് സൊസൈറ്റി ലിക്വിഡേറ്റ് ചെയ്യേണ്ട ആ അവസ്ഥയിൽ എന്തെങ്കിലും ഇതെല്ലാം ഉണ്ടെങ്കിൽ അതെന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ അത് ഗവൺമെന്റിലേക്കാണ് അടയ്ക്കേണ്ടത്. അതുപോലെ തന്നെ if a central society which has established a subsidiary state partnership fund is wound or is dissolved, all monies to the credit of or payable to that fund shall be credited or paid as the case may be to the principal state partnership fund from which it received monies under clause B of subsection 2 of section 44. അതായത് ഒരു സബ്സിഡിയറി സ്റ്റേറ്റ് പാർട്ണർഷിപ്പ് ഫണ്ട് കിട്ടിയിട്ടുള്ള സെൻട്രൽ സൊസൈറ്റി വൂണ്ടപ്പ് ചെയ്യുകയാണെങ്കിൽ അവരെന്താ ചെയ്യേണ്ടത്? PSPF തിരിച്ചടയ്ക്കേണ്ടതാണ്. എന്താണ്? ഒരു സെൻട്രൽ സൊസൈറ്റി സബ്സിഡിയറി സ്റ്റേറ്റ് പാർട്ണർഷിപ്പ് ഫണ്ട് ലഭിച്ചിട്ടുള്ള സെൻട്രൽ സൊസൈറ്റി വൂണ്ടപ്പ് ചെയ്യുന്ന കേസിലാണെങ്കിൽ എന്തെങ്കിലും ബാലൻസ് അടയ്ക്കാനുണ്ടെങ്കിൽ ആ കേസിൽ അതെന്താണ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ആ ക്രെഡിറ്റ് ചെയ്യേണ്ടത് പ്രിൻസിപ്പൽ സ്റ്റേറ്റ് പാർട്ണർഷിപ്പ് ഫണ്ടിലേക്കാണ്. അപ്പൊ എന്താണ് നമ്മൾ സെക്ഷൻ 51 പഠിച്ചു കഴിഞ്ഞു. അതായത് ഡിസ്പോസ് ചെയ്യുമ്പോൾ ഒരു സെൻട്രൽ സംഘമായിക്കോട്ടെ അപ്പെക്സ് സ്ഥാപനമായിക്കോട്ടെ PSPF SSPF ലഭിച്ചത് നമുക്കറിയാം. അപ്പെക്സ് സംഘത്തിലാണ് PSPF, സെൻട്രൽ സംഘത്തിലാണ് SSPF. ഇങ്ങനെ ലഭിച്ച സംഘങ്ങൾ വൈൻഡപ്പ് ചെയ്യുകയാണെങ്കിൽ സെൻട്രൽ സൊസൈറ്റി എന്ത് ചെയ്യേണ്ടത്? PSPF അപ്പെക്സ് സൊസൈറ്റി ഗവൺമെന്റിലേക്കും അടയ്ക്കാം. ഇത്രേ ഉള്ളൂ. ഇനി സെക്ഷൻ 52 എന്ന് പറയുന്നത് എഗ്രിമെന്റ് ബൈ ഗവൺമെന്റ് ആൻഡ് അപ്പെക്സ് സൊസൈറ്റി സബ്ജക്ട് ടു ദി ഫോർഗോയിങ് പ്രൊവിഷൻസ് ഓഫ് ദിസ് ചാപ്റ്റർ. എന്താണ് എഗ്രിമെന്റ്? ഫോർഗോയിങ് പ്രൊവിഷൻസ് എന്ന് വെച്ചാൽ നമ്മൾ ഇവിടെ പറയുന്ന SSPF PSPF കുറിച്ച് കൂടുതൽ പറയുന്നത് ഡയറക്റ്റ് പാർട്ടിസിപ്പേഷൻ ഇൻഡയറക്റ്റ് പാർട്ടിസിപ്പേഷനുമായിട്ട് ഗവൺമെന്റ് അല്ലെങ്കിൽ അപ്പെക്സ് സൊസൈറ്റികളൊക്കെ വാങ്ങിക്കുമ്പോൾ അതിലൊരു എഗ്രിമെന്റ് വേണം. ഇപ്പൊ ഡയറക്റ്റ് പാർട്ടിസിപ്പേഷനായി ഗവൺമെന്റ് എന്ത് ചെയ്യുന്നു? ഒരു സംഘത്തിൽ നിന്ന് ഷെയർ കൊടുത്ത് നേരിട്ട് വാങ്ങിക്കുന്നു. അവിടെ ഒരു എഗ്രിമെന്റ് ഉണ്ടായിരിക്കണം. വെറുതെ പോയിട്ട് അങ്ങനെ വാങ്ങിക്കല്ല ചെയ്യുക, അവിടെ ഒരു എഗ്രിമെന്റ് ഉണ്ടായിരിക്കണം. അതുപോലെ തന്നെ ഇൻഡയറക്റ്റ് ആയിട്ട് അപ്പെക്സ് സൊസൈറ്റി മുഖേനയോ സെൻട്രൽ സൊസൈറ്റി മുഖേനയോ ഒക്കെ വാങ്ങിക്കുകയാണെങ്കിലും അവിടെയും ഒരു എഗ്രിമെന്റ് ഉണ്ടായിരിക്കണം. അതാണ് സെക്ഷൻ 52 പറയുന്നത്. എഗ്രിമെന്റ് ബൈ ഗവൺമെന്റ് ആൻഡ് അപ്പെക്സ് സൊസൈറ്റീസ് സബ്ജക്ട് ടു ദി ഫോർഗോയിങ് പ്രൊവിഷൻസ് ഓഫ് ദിസ് ചാപ്റ്റർ എന്ന് പറയുന്നത്. അതായത് അപ്പെക്സ് സംഘവും ഗവൺമെന്റുമായിട്ടുള്ള എഗ്രിമെന്റ്. ഈ എന്താണ് ഇതിൽ പറഞ്ഞിട്ടുള്ള പോലെ തന്നെ എന്താണ് 43-ാം വകുപ്പിൽ 43-ാം വകുപ്പ് നമ്മൾ 43-ാമത്തെ സെക്ഷൻ എന്താണ്? ഡയറക്റ്റ് ഇൻഡയറക്റ്റ് പാർട്ടിസിപ്പേഷൻ പ്രകാരം എന്താണ്? ഒരു സംഘത്തിന് 43 പ്രകാരം ഇൻഡയറക്റ്റ് പാർട്ടിസിപ്പേഷൻ പ്രകാരം ഒരു സംഘം എന്താണ്? സംഘത്തിൽ നിന്ന് ഷെയർ എടുക്കുന്നത് അപ്പെക്സ് സംഘമോ അതേപോലെ തന്നെ എന്താണ് സെൻട്രൽ സംഘമോ മൂലമായിരിക്കും. അങ്ങനെ വരുമ്പോൾ ഗവൺമെന്റും അപ്പെക്സ് സംഘങ്ങളും തമ്മിൽ ഒരു എഗ്രിമെന്റുകൾ വെക്കും. അത് പ്രിൻസിപ്പൽ സ്റ്റേറ്റ് പാർട്ണർഷിപ്പ് ഫണ്ട് കൊടുക്കുന്ന സമയത്ത് അപ്പെക്സ് സംഘത്തിന്റെ ഒരു എഗ്രിമെന്റ് വെച്ചിരിക്കും. അത് ആ എഗ്രിമെന്റ് ബൈലോയുടെ വ്യവസ്ഥകൾക്കും ഒക്കെ അനുസരിച്ചായിരിക്കും അപ്പെക്സ് സംഘവും ഇത് തമ്മിലുള്ള
അഗ്രിമെന്റ് വെക്കുന്നത്. അതുപോലെ തന്നെ എന്താണ്, പ്രിൻസിപ്പൽ പാർട്ട്ണർഷിപ്പ് ഫണ്ടിൽ നിന്ന് തുക അപ്പക് സംഘം എന്തെങ്കിലുമൊക്കെ കേന്ദ്ര സംഘത്തിന് കൈമാറൂലേ, അങ്ങനെ വരുമ്പോഴും അങ്ങനെ വരുമ്പോഴും അപ്പക് സംഘവും കേന്ദ്ര സംഘവും തമ്മിൽ ഒരു ഉടമ്പടി ഉണ്ടായിരിക്കും. അതേപോലെ തന്നെ എന്താണ്, നമ്മള് PSPF-ൽ നിന്ന് SSPF-ലേക്ക് നമ്മൾ ഫണ്ട് കൈമാറി. SSPF എന്താണ്, സെൻട്രൽ സൊസൈറ്റികളും കൊടുത്ത് സെൻട്രൽ സൊസൈറ്റി ഇതുപോലെ തന്നെ ഇതൊക്കെ വാങ്ങിക്കുമല്ലോ. സെൻട്രൽ സൊസൈറ്റി എന്താണ് ഷെയർ വാങ്ങിക്കും. അങ്ങനെ വരുമ്പോൾ സെൻട്രൽ സൊസൈറ്റി അപ്പെക്സും തമ്മിലുള്ള ഒരു ഉടമ്പടി ഉണ്ടായിരിക്കും. വേറെ ഒന്നുമില്ല ഇതില്. ഡീറ്റെയിൽ ആയിട്ട് ഈ പറയുന്ന പോലെ ഒന്നും ഇങ്ങനെ ഇതില് ക്ലോസുകളൊന്നും വെച്ച് ഒരുപാട് പറയുന്ന പോലെ ഞാൻ ഇതിൽ ക്ലോസ് ആഡ് ചെയ്തിട്ടില്ല. അതില് പറയുന്ന പോലെ ഒന്നുമില്ല. ആദ്യത്തെ ക്ലോസ് എന്ന് പറയുന്നത്, ഒരു PSPF ഉപയോഗിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പെക്സ് സ്ഥാപനത്തിന് ഗവൺമെന്റ് PSPF ഫണ്ട് കൊടുക്കുന്ന സമയത്ത് ഗവൺമെന്റും അതുപോലെ തന്നെ അപ്പെക്സ് സൊസൈറ്റിയും തമ്മിൽ ഒരു എഗ്രിമെന്റ് ഉണ്ടായിരിക്കും. അതേപോലെ തന്നെ എന്ത് ചെയ്യും, ഈ PSPF-ൽ നിന്ന് എടുത്തിട്ട് സെൻട്രൽ സൊസൈറ്റികൾക്ക് കൊടുത്തിട്ട് അപ്പെക്സ് സൊസൈറ്റി എന്ത് ചെയ്യും, ഇതുപോലെ ഫണ്ട് ഷെയർ വാങ്ങിക്കാൻ നോക്കും. ആ സമയത്ത് അപ്പെക്സ് സൊസൈറ്റിയും സെൻട്രൽ സൊസൈറ്റിയും തമ്മിൽ ഒരു എഗ്രിമെന്റ് ഉണ്ടായിരിക്കും. അതാണ് രണ്ടാമത്തെ ക്ലോസ്, സെക്ഷൻ 52 രണ്ടാമത്തെ ക്ലോസിൽ പറയുന്നത്. അപ്പൊ സെക്ഷൻ 52 കഴിഞ്ഞു. ഇനി നമുക്ക് എന്താണ് സെക്ഷൻ 53 എന്താന്ന് നോക്കാം. സെക്ഷൻ 53, അടുത്ത സെക്ഷൻ 53 ആണ്. സെക്ഷൻ 53 എന്ന് പറയുന്നത് അതർ ഫോംസ് ഓഫ് സ്റ്റേറ്റ് എയ്ഡ് ടു സൊസൈറ്റീസ്. അതർ ഫോംസ് ഓഫ് സ്റ്റേറ്റ് എയ്ഡ് ടു സൊസൈറ്റീസ് ആണ് സെക്ഷൻ 53 പറയുന്നത്. അതെന്തൊക്കെയാണ്, അതായത് നമ്മൾ ഇത്രയും നേരം പഠിച്ച ഫോംസ് ഓഫ് സ്റ്റേറ്റ് എയ്ഡ് എന്ന് പറയുന്നത് SSPF-ഉം അതുപോലെ PSPF-ഉം അതുപോലെ ഡയറക്റ്റ് ആയിട്ട് ഗവൺമെന്റ് സംഘങ്ങളിൽ നിന്ന് ഷെയർ വാങ്ങിക്കുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ പഠിച്ചു. അങ്ങനെ സംഘങ്ങൾക്ക് എന്താണ് ഗവൺമെന്റ് സഹായം കൊടുക്കുന്നതിന് പഠിച്ചു. ഇനി അതർ ഫോംസ് ഓഫ് സ്റ്റേറ്റ് എയ്ഡ് ടു സൊസൈറ്റി, ഇതല്ലാതെ വേറെ ഏതൊക്കെ രീതിയിലാണ് ഗവൺമെന്റ് സൊസൈറ്റികൾക്ക് ഫണ്ടുകൾ കൊടുക്കുന്നതെന്ന് നോക്കാം. സെക്ഷൻ 53 other forms of state aid to societies. Section 53 other forms of state aid to societies. Notwithstanding anything contained in the any law for the time being in force, the government may എന്തൊക്കെയാണ്, ഒന്നാമത് ഓരോ സബ്സെക്ഷനുകളായിട്ട് വന്നിരിക്കുന്നത്. ഗിവ് ലോൺസ് ഓർ മേക്ക് അഡ്വാൻസസ് ടു സൊസൈറ്റീസ്. എന്താണ് ഗിവ് ലോൺസ് ഓർ മേക്ക് അഡ്വാൻസസ് ടു സൊസൈറ്റീസ്? സംഘത്തിന് വായ്പകളും അഡ്വാൻസുകളും നൽകുന്നു. സംഘത്തിന് എന്ത് നൽകുന്നു, വായ്പകളും അഡ്വാൻസുകളും നൽകുന്നു. നമ്മൾ ഈ പഠിക്കാൻ ഈ ചാപ്റ്റർ എന്ന് പറഞ്ഞ സോഴ്സ് ഓഫ് ഫണ്ട്സ് ആണ്. നന്നായിട്ട് തന്നെ പഠിച്ചു പോണം കേട്ടോ. 5 മാർക്ക് ഉണ്ട്, അത് മറന്നു പോകരുത്. നമ്മളിപ്പോ ഒരു 3 വീഡിയോ ആയിട്ട് ക്ലാസ് എടുത്ത് കഴിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ 3 വീഡിയോയിലും അവള് ഫുള്ള് പഠിച്ചു വെച്ച് തന്നെ പോകണം. എന്നാലേ 5 മാർക്കിന്റെ ആ ക്വസ്റ്റ്യൻ നമുക്ക് കിട്ടുള്ളൂ. പക്ഷെ നമുക്ക് വളരെ ചെറിയൊരു ടോപ്പിക്, ആ ചെറിയ ടോപ്പിക്കിന് 5 മാർക്ക് കിട്ടാൻ നമുക്ക് ഭയങ്കര ഭാഗ്യമാണത്. അപ്പൊ എന്താണ് ഗിവ് ലോൺസ് ഓർ മേക്ക് അഡ്വാൻസസ് ടു സൊസൈറ്റി? ലോൺസ് അഡ്വാൻസസും സൊസൈറ്റികൾക്ക് കൊടുക്കുന്നു. അതായത് ഗവൺമെന്റ് ലോൺസും അഡ്വാൻസസും കൊടുക്കുന്നത് ഒരു സോഴ്സ് ഓഫ് ഫണ്ടിൽ പെടുന്നതാണ്, അല്ലെങ്കിൽ സ്റ്റേറ്റ് എയ്ഡ് ആയിട്ട് കൊടുക്കുന്നതാണ്. ഗ്യാരണ്ടി ദ റീപേയ്മെന്റ് ഓഫ് പ്രിൻസിപ്പൽ ആൻഡ് പേയ്മെന്റ് ഓഫ് ഇൻട്രസ്റ്റ് ഓൺ ഡിബഞ്ചേഴ്സ് ഇഷ്യൂഡ് ബൈ എ സൊസൈറ്റി. ചില സൊസൈറ്റികൾ എന്താണ്, അവർക്ക് ആവശ്യമുള്ള ഫണ്ട് റേസ് ചെയ്യുന്നതിന് ഡിബഞ്ചറുകൾ ഇഷ്യൂ ചെയ്യും. എന്താണ് ഡിബഞ്ചറുകൾ ഇഷ്യൂ ചെയ്യും, കടപ്പത്രങ്ങൾ ഇറക്കും. കാർഡ് ബാങ്ക് പോലെയുള്ള സൊസൈറ്റികളൊക്കെ എന്താണ്, അതിലേക്ക് അവരുടെ കേസ് കാർഡ് ബാങ്ക് ഡിബഞ്ചറുകൾ ഇറക്കിയിട്ടാണ് അവർക്കുള്ള ഫണ്ട് റേസ് ചെയ്യുന്നത്. ഗ്യാരണ്ടി ദ റീപേയ്മെന്റ് ഓഫ് പ്രിൻസിപ്പൽ ആൻഡ് പേയ്മെന്റ് ഓഫ് ഇൻട്രസ്റ്റ് ഓൺ ഡിബഞ്ചേഴ്സ് ഇഷ്യൂഡ് ബൈ എ സൊസൈറ്റി. എന്താണ് പറയുന്നത്, അതായത് നമ്മള് ഡിബഞ്ചറൊക്കെ ഇഷ്യൂ ചെയ്യല്ലോ സൊസൈറ്റി, ഡിബഞ്ചറൊക്കെ ഇഷ്യൂ ചെയ്യുന്നതിന് അതിനുള്ള ഗ്യാരണ്ടി ഗവൺമെന്റ് കൊടുക്കുന്നു. അതേപോലെ തന്നെ എന്താണ്, നമ്മളൊരു റീപേയ്മെന്റ് ഒക്കെ കൊടുക്കുന്ന പ്രിൻസിപ്പൽ ഉണ്ടല്ലോ, പ്രിൻസിപ്പലിന്റെ ഇൻട്രസ്റ്റിനുള്ള ഗ്യാരണ്ടിയും ഗവൺമെന്റ് കൊടുക്കുന്നു. ഗ്യാരണ്ടി ദ റീപേയ്മെന്റ് ഓഫ് ഷെയർ ക്യാപിറ്റൽ ഓഫ് ദി സൊസൈറ്റി ആൻഡ് ഡിവിഡൻസ് thereon at such rates as may be specified by the government. പിന്നെന്താണ്, നമ്മൾ ഷെയർ ഉണ്ടല്ലോ, ഷെയർ ക്യാപിറ്റലിന്റെ റീപേയ്മെന്റിന്റെയും അതിന്റെ ഡിവിഡൻഡിനൊക്കെ എന്താണ്, അതിനുമുള്ള ഗ്യാരണ്ടി ഗവൺമെന്റ് കൊടുക്കുന്നു. Guarantee the repayment of principal and payment of interest on loans and advances to a society. ലോണുകൾ കൊടുക്കുന്നതിന്റെ ഇൻട്രസ്റ്റിന്റെ പേയ്മെന്റും അതുപോലെ പ്രിൻസിപ്പലിന്റെ പേയ്മെന്റിനും ഗ്യാരണ്ടി ആര് കൊടുക്കുന്നു, സൊസൈറ്റിക്ക് ഉള്ള ഗ്യാരണ്ടി ഗവൺമെന്റ് കൊടുക്കുന്നു. Guarantee the repayment of deposit received by the society and payment of interest on such deposits. ഡെപ്പോസിറ്റുകളുടെ ഇൻട്രസ്റ്റിനും അതുപോലെ ഡെപ്പോസിറ്റുകളെ തിരിച്ചുള്ള പേയ്മെന്റിനുമുള്ള
ഗ്യാരണ്ടിയും ഗവൺമെന്റ് കൊടുക്കുന്നു. Give financial assistance in any other form, including subsidies to any society. വേറെ രീതിയിലൊക്കെയുള്ള ഫിനാൻഷ്യൽ അസിസ്റ്റൻസുകൾ, അത് സബ്സിഡികൾ അടക്കമുള്ള സബ്സിഡി ആയിട്ടുള്ള രീതിയിലടക്കമുള്ള ഫിനാൻഷ്യൽ അസിസ്റ്റൻസുകളും ഗവൺമെന്റ് കൊടുക്കുന്നു. സെറ്റ് ഓഫ് എനി എമൗണ്ട് ഡ്യൂ ടു ഗവൺമെന്റ് ഔട്ട് ഓഫ് ദി ഫിനാൻഷ്യൽ അസിസ്റ്റൻസസ് ഗിവൺ അണ്ടർ ദിസ് സെക്ഷൻ, in which cases the gross amount of assistance before set off shall be treated as the original amount of assistance. അങ്ങനെയുള്ള എന്തൊക്കെ വരുന്നുള്ള ഈ സെക്ഷനിൽ വരുന്ന ഏതൊക്കെ ഫിനാൻഷ്യൽ അസിസ്റ്റൻസുകൾ കൊടുക്കുന്നുണ്ട് അതൊക്കെ സെറ്റ് ഓഫ് ചെയ്യുന്നതിന്, അതിന്റെ സാമ്പത്തിക സഹായം, ടെക്നിക്കലായിട്ടുള്ള സാങ്കേതികമായിട്ടുള്ള സാമ്പത്തിക സഹായങ്ങൾ നൽകുന്നത് കൂടാതെ വേറെ ഏതൊക്കെ വിധത്തിലുള്ള എന്തെല്ലാം അസിസ്റ്റൻസുകൾ കൊടുക്കുന്നു അതെല്ലാം ഗവൺമെന്റ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. Provide that government may exempt any society in eligible cases considering its financial position from setting off government dues. എന്തെങ്കിലുമൊക്കെ കുടിശ്ശികൾ, എന്തെങ്കിലുമൊക്കെ ഡ്യൂസ് ഒക്കെ ഉണ്ടെങ്കിൽ ഗവൺമെന്റിൽ നിന്നുള്ള സഹായങ്ങളൊക്കെ ചെയ്തു കൊടുക്കുന്നു. അങ്ങനെ എല്ലാ വിധത്തിലും ഇതിൽ നമ്മൾ ഇത്രയും കാര്യങ്ങൾ, ഈ കാര്യങ്ങളൊക്കെ പോയിന്റുകൾ ഒന്നും കൂടെ ശ്രദ്ധിക്കുക. ഈ നമ്മൾക്ക് പല രീതിയിലുള്ള സ്റ്റേറ്റ് എയ്ഡുകൾ നമ്മൾ കൊടുത്തു ഗവൺമെന്റ്. അതെങ്ങനെയൊക്കെയാണ്? ഡയറക്റ്റ് ആയിട്ട് ഇൻഡയറക്റ്റ് ആയിട്ടുള്ള രീതിയിൽ ഗവൺമെന്റ് ഷെയർ ഒക്കെ എടുത്തിട്ട് കൊടുത്തു. അത് കൂടാതെ അതിനേക്കാൾ ഉപരി പിന്നെ എന്തൊക്കെയാ രീതിയിലാണ് ഗവൺമെന്റ് സഹായങ്ങൾ സൊസൈറ്റികൾ കൊടുക്കുന്നത് എന്നുള്ളതാണ് ഈ ഒരു സെക്ഷനിൽ പറയുന്നത്. അതായത് സെക്ഷൻ 53 പറയുന്നത് അതൊക്കെ എങ്ങനെയാണ് വായ്പകളും അഡ്വാൻസുകളും കൊടുക്കുന്നു. അതുപോലെ തന്നെ ഓഹരികള് അതിന്മേൽ ഓഹരികൾക്കുള്ള ലാഭവിഹിതമൊക്കെ ഉണ്ടല്ലോ, ഡിവിഡൻഡ് എന്ന് പറയുന്നത്, അതിൽ ലാഭവിഹിതം കൊടുക്കാമെന്നുള്ള ഗ്യാരണ്ടി ഉറപ്പ് നൽകുന്നു. ഡിബഞ്ചറുകൾക്കുള്ള ലാഭം കൊടുക്കാമെന്നുള്ള ഗ്യാരണ്ടി ഉറപ്പ് നൽകുന്നു. അതുപോലെ തന്നെ ഡെപ്പോസിറ്റുകൾ വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ ഡെപ്പോസിറ്റുകളുടെ തുകയും അതോടൊപ്പം തന്നെ അതിന് ഇൻട്രസ്റ്റ് കൊടുക്കാമെന്നുള്ള ഉറപ്പും ആര് നൽകുന്നു? ഗവൺമെന്റ് നൽകുന്നു. ലോണുകൾ എടുത്തിട്ടുണ്ടെങ്കിൽ ആ ലോണുകൾ തിരിച്ചടയ്ക്കുന്ന ലോണുകൾ സൊസൈറ്റികൾ എടുക്കുമല്ലോ, ആ ലോണുകൾ തിരിച്ചടയ്ക്കുമെന്നുള്ളതും അതിന് ഇൻട്രസ്റ്റ് നൽകാമെന്നുള്ളതുമായിട്ടുള്ള ഗവൺമെന്റിന്റെ ഉറപ്പ് നൽകുന്നു. അതുപോലെ തന്നെ എന്താണ്, വേറെ ഏത് വിധത്തിലുള്ള സഹായങ്ങൾ എന്തെല്ലാം വേണം ആ വിധത്തിലുള്ള എല്ലാ സഹായ സഹകരണങ്ങളും ഗവൺമെന്റ് നൽകുമെന്ന് ഉള്ള ഉറപ്പ് നൽകുന്നു. അതാണ് അടുത്തത്. ബാലൻസ് ഉള്ള സ്റ്റേറ്റ്, അതായത് സംഘങ്ങൾക്ക് മറ്റു തരത്തിലുള്ള സഹായങ്ങൾ ഗവൺമെന്റ് കൊടുക്കുന്ന സെക്ഷൻ 53 പ്രകാരമുള്ളത് ഇതൊക്കെയാണ്. ഇതൊന്നും കൂടെ നിങ്ങൾ റിപ്പീറ്റ് ചെയ്ത് വായിച്ച് നോക്കി എന്തൊക്കെയാണെന്നുള്ളത് നിങ്ങൾ നോക്കുക. ലോൺസ്, അഡ്വാൻസസ് ഉണ്ട്, അതുപോലെ ഡിബഞ്ചറുകൾക്കുള്ള സഹായങ്ങൾ, അതിനുള്ള ഉറപ്പുകൾ, ഗ്യാരണ്ടി കൊടുക്കുന്നു. അതുപോലെ തന്നെ എന്താണ്, ലോണുകൾക്കുള്ള ഇൻട്രസ്റ്റുകൾ, ഷെയറിനുള്ള ഡിവിഡൻഡുകൾ, ഡെപ്പോസിറ്റിനുള്ള ഇൻട്രസ്റ്റുകൾ, ഇതെല്ലാം, അതുപോലെ പ്രിൻസിപ്പൾ, ഇതെല്ലാം കൊടുക്കാമെന്നുള്ള ഗ്യാരണ്ടി, അതുപോലെ വേറെ സാങ്കേതികമായിട്ടുള്ള, അതുപോലെ ജുഡീഷ്യറി ആയിട്ടുള്ള എന്തെങ്കിലും സഹായ സഹകരണങ്ങൾ ഉണ്ടെങ്കിൽ അതെല്ലാം നൽകാമെന്നുള്ള ഉറപ്പുകൾ സെക്ഷൻ 53 പ്രകാരം നൽകുന്നു. അടുത്തത് എന്താണ്? സെക്ഷൻ 54. സെക്ഷൻ 54 എന്താണ് പറയുന്നത്? പ്രൊവിഷൻസ് ഓഫ് സെക്ഷൻ 43 to 52 ടു ഓവർ റൈഡ് അതർ ലോസ്. എന്താണ് സെക്ഷൻ 54 പറയുന്നത്? സെക്ഷൻ 54 പറയുന്നത് എന്താണെന്ന് വെച്ചാൽ the provisions of sections 43 to 52 shall have effect notwithstanding anything inconsistent therewith containing in any other law for the time being in force. അതായത് ഈ സെക്ഷൻ 43 തുടങ്ങി 52 വരെയുള്ള സെക്ഷനുകളിലല്ലേ, അത് നിയമത്തിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള എന്തൊക്കെ കാര്യങ്ങളുണ്ട്, എന്തെല്ലാം കാര്യങ്ങളുണ്ട്, അതൊന്നും ഈ വേറെ ഒന്നിനെയും, അതായത് വേറെ വകുപ്പുകൾക്ക് ദോഷകരമായിട്ടൊന്നും ബാധിക്കില്ല. അതായത് ഈ 43 തുടങ്ങി 52 വരെയുള്ള കാര്യങ്ങൾ വേറെ വകുപ്പുകളിൽ, വേറെ ലോസുകളെ ഒന്നും ദോഷകരമായി ബാധിക്കില്ല എന്നുള്ളതാണ് സെക്ഷൻ 54 പറയുന്നത്. സെക്ഷൻ 54 എന്താണ്? സെക്ഷൻ 54 പ്രൊവിഷൻസ് ഓഫ് സെക്ഷൻ 43 to 52 override other laws. The provisions of section 43 to 52 shall have effect notwithstanding anything inconsistent therewith contained in any other laws for the time being in force. അപ്പൊ ഇത്രയാണ് നമ്മൾ സെക്ഷൻ 54 വരെ. ഈ സെക്ഷൻ 54 വരെയുള്ളത് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചാപ്റ്റർ 6 പെടുന്നതാണ്. ഇനി ഇതല്ലാതെ നമ്മൾ സോഴ്സ് ഓഫ് ഫണ്ട്സ് എന്ന് പറയുന്നത് എന്തൊക്കെയാണെന്ന് നോക്കാം. അതായത് നമ്മളുടെ ഈ ടോപ്പിക്കിലുള്ളത് സ്റ്റേറ്റ് എയ്ഡ് ടു കോപ്പറേറ്റീവ്
സൊസൈറ്റീസ് അത് നമ്മളിപ്പോ പഠിച്ചു. ഷെയർ ക്യാപിറ്റൽ കോൺട്രിബ്യൂഷൻ ഉണ്ട്, പ്രിൻസിപ്പൽ സ്റ്റേറ്റ് പാർട്ണർഷിപ്പ് ഫണ്ട് ഉണ്ട്, സബ്സിഡിയറി സ്റ്റേറ്റ് പാർട്ണർഷിപ്പ് ഫണ്ട് ഉണ്ട്. ഷെയർ ക്യാപിറ്റൽ കോൺട്രിബ്യൂഷൻ ഡയറക്റ്റ് ആയിട്ടുള്ളതുണ്ട്, ഇൻഡയറക്റ്റ് ആയിട്ടുള്ളതിലാണ് വരുന്നത് PSPF-ഉം SSPF-ഉം. അടുത്തതാണ് ഗ്രാൻസ്, സബ്സിഡീസ്, ഓൺ ഫണ്ട്സ്, ബോറോഡ് ഫണ്ട്സ്. ഇതെന്താണെന്നുള്ളത് നമുക്ക് അടുത്ത ക്ലാസ്സിലായിട്ട് പഠിക്കാം. എന്തൊക്കെയായിട്ടാണ് ഗവൺമെന്റിന് ഇനി ഫണ്ടുകൾ കൊടുക്കുന്നത് എന്നുള്ളത് നമുക്ക് അടുത്ത ഭാഗത്ത് നമുക്കത് പഠിക്കാം. അപ്പൊ ഇന്നത്തെ ക്ലാസ് നമുക്ക് ഇന്ന് വൈൻഡപ്പ് ചെയ്യാം. നാളെ നമുക്ക് അടുത്ത ടോപ്പിക്കും കൂടെ പഠിച്ചു കഴിഞ്ഞാൽ ഈ ഒരു ടോപ്പിക് കഴിയും. അതായത് 5 മാർക്കിന്റെ ഒരു ടോപ്പിക്. അതിൽ ഇനി എന്തൊക്കെയാണുള്ളത് നമുക്കുള്ളത്? ഗ്രാന്റുകൾ കൊടുക്കുന്നതുണ്ട്, ഫണ്ട്, പിന്നെ വേറെ എന്താണ് നമ്മൾ കൊടുക്കുന്നത്? സബ്സിഡികളായിട്ട് കൊടുക്കുന്നുണ്ട്, ഓൺഡ് ഫണ്ടുകളായിട്ട് കൊടുക്കുന്നുണ്ട്, ബോറോഡ് ഫണ്ട്സ് ഉണ്ട്. അതെന്താണ് ഓൺഡ് ഫണ്ട്, എന്താണ് ബോറോഡ് ഫണ്ട്, അതൊക്കെ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് പഠിക്കാം. അപ്പൊ ശരി, നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. ഓക്കെ, താങ്ക് യു. അതോടൊപ്പം തന്നെ നിങ്ങളോട് ഒരു കാര്യം കൂടി ഞാൻ പറയാം. ദയവ് ചെയ്തിട്ട് നിങ്ങൾ എന്താ പറയുന്നത്, പഠിക്കാതെ സ്കിപ്പ് ചെയ്ത് നിൽക്കരുത്, മുഴുവനായിട്ട് പഠിക്കാതെ എഴുതി പഠിക്കുക. അയ്യോ, ഇപ്പൊ ചില കുട്ടികൾ ഇതിൽ ഇപ്പൊ കോർപ്പറേറ്റ് ഇൻസ്പെക്ടർ എഴുതുന്നുണ്ടാവില്ല, കേരള ബാങ്ക് മാത്രമായിട്ട് എഴുതുന്നു. അപ്പൊ സമയമുണ്ടല്ലോ, അങ്ങനത്തെ ഉള്ള ഒരു ആറ്റിറ്റ്യൂഡും വേണ്ട. നമ്മൾ നന്നായിട്ട് തലേ ദിവസമല്ല പഠിക്കണത്, എത്രയും പെട്ടെന്ന് തന്നെ പഠിച്ചു പോകേണ്ടതാണ്. അപ്പൊ നന്നായിട്ട് നിങ്ങൾ ഇന്ന് പഠിക്കുക. അപ്പൊ ഓക്കെ, നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണും. ഓക്കെ, ബൈ.